Once there was a balloon seller. He was selling balloons in a street. ഒരിക്കൽ ഒരിടത്ത് ഒരു ബലൂൺ കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തെരുവിൽ ബലൂണുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. There were different colors of balloons in his hands. അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ പല കളറുകളിലുമുള്ള ബലൂണുകൾ ഉണ്ടായിരുന്നു. ഗ്രീൻ, ഓറഞ്ച്, റെഡ്, ബ്ലൂ, യെല്ലോ, പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, ഓറഞ്ച് തുടങ്ങി പല തരത്തിലുള്ള പല കളറുകളിലുള്ള ബലൂണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. ദിസ് ബലൂൺ സെല്ലർ വാസ് എ ട്രിക്കി ആൻഡ് ഇൻ്റലിജൻറ്റ് ഫെല്ലോ. ഈ ബലൂൺ സെല്ലർ വളരെ ബുദ്ധിശാലിയായിട്ടുള്ള ഒരു ബലൂൺ സെല്ലറായിരുന്നു. ഹീ ന്യൂ ഹൗ ടു സെൽ ഔട്ട് ഹിസ് ബലൂൺസ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്ങനെ അദ്ദേഹത്തിൻ്റെ ബലൂണുകൾ വിറ്റഴിക്കണം. സംടൈംസ് ഹിസ് ബിസിനസ് ഗോസ് ഡൗൺ. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ താഴേക്ക് പോകും. അറ്റ് ദ ടൈം ദിസ് ബലൂൺ സെല്ലർ യൂസ് ടു ഡു എ ട്രിക്ക്. ആ സമയത്ത് ഈ ബലൂൺ സെല്ലർ ഒരു ട്രിക്ക് ഉപയോഗിക്കുമായിരുന്നു. അതെന്താണെന്ന് അറിയണ്ടേ? ഹി ടുക്ക് സം ഓഫ് ദ അട്രാക്റ്റീവ് കളേഴ്സ് ഓഫ് ബലൂൺ ഇൻ ഹിസ് ഹാൻഡ്സ്. അദ്ദേഹം തൻ്റെ കരങ്ങളിൽ വളരെ ആകർഷണീയമായിട്ടുള്ള കളറുകളിലുള്ള ചില ബലൂണുകൾ എടുത്തിട്ട് ഹി ഫിൽഡ് ഹീലിയം ഇൻസൈഡ് ദാറ്റ് ബലൂൺസ്. ആ ബലൂണുകൾക്കുള്ളിൽ അദ്ദേഹം ഹീലിയം എന്ന വാതകം കയറ്റിയിട്ട് ഹി സെൻഡ് ദീസ് ബലൂൺസ് അപ്പ് ഇൻ ദ എയർ. അദ്ദേഹം ഈ ബലൂണുകളെ ഉയരെ ആകാശത്തേക്ക് പറത്തിവിടുമായി. On seeing the attractiveness of the colors of balloon that are flying up in the air, the children again swarmed around him and started buying balloons. ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് താഴേക്ക് പോകുന്ന സമയത്ത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരങ്ങളിലുള്ളതിൽ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള നിറങ്ങളിലുള്ള ചില ബലൂണുകൾ എടുത്തതിന് ശേഷം അതിനകത്ത് ഹീലിയം വാതകം ഫിൽ ചെയ്തതിന് ശേഷം അദ്ദേഹം ഈ ബലൂണുകളെ ഉയരങ്ങളിലേക്ക് പറത്തിവിടുമായിരുന്നു. അപ്പോൾ ഈ ഉയരങ്ങളിൽ ഈ ബലൂണുകൾ ഇങ്ങനെ പറന്നു നടക്കുന്ന ആകർഷണീയത കണ്ടിട്ട് കുട്ടികൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന് ബലൂണുകൾ വാങ്ങുമായിരുന്നു. ദിസ് വാസ് ദ ട്രിക്ക് that the balloon seller used to do whenever his business went down. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എപ്പോഴൊക്കെ താഴേക്ക് പോയോ ആ സമയത്തെല്ലാം ഈ സൂത്രമായിരുന്നു ബലൂൺ വിൽപ്പനക്കാരൻ ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. After some times the balloon seller noticed somebody came and tugged at the back of the balloon seller. കുറേ കഴിഞ്ഞപ്പോൾ ആരോ തൻ്റെ പിന്നിൽ വന്ന് തന്നെ ഇങ്ങനെ തോണ്ടുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. The balloon seller turned and he saw a black Negro boy was standing behind him with an anxious face to know something from the balloon seller. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഒരു പാവപ്പെട്ട ഒരു കറുത്ത നീഗ്രോ പയ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ബലൂൺ സെല്ലറിൽ നിന്ന് എന്തോ അറിയാനുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. ഹി ആസ്ക്ഡ് ദിസ് ബോയ്, മൈ ഡിയർ ചൈൽഡ്, വാട്ട് ഡു യു വാണ്ട്? അദ്ദേഹം ഈ കുട്ടിയോട് ചോദിച്ചു, എൻ്റെ പ്രിയ കുഞ്ഞെ, നിനക്ക് എന്താ വേണ്ടേ? ദിസ് പൂവർ ബോയ് ആസ്ക്ഡ് എ വെരി ഫ്രാങ്ക് ആൻഡ് ഇന്നസെൻ്റ് ക്വസ്റ്റ്യൻ ടു ദിസ് ബലൂൺ സെല്ലർ. ഈ പാവപ്പെട്ട കുട്ടി ഈ ബലൂൺ വിൽപ്പനക്കാരനോട് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യം അത് ചോദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ചോദ്യം എന്തെന്നല്ലേ? അങ്കിൾ, ഇഫ് യു സെൻഡ് ദിസ് ബ്ലാക്ക് ബലൂൺ ആൾസോ വെദർ ഇറ്റ് വിൽ ഗോ ഹയർ ഇൻ ദ എയർ. അങ്കിള് ഈ ബ്ലാക്ക് ബലൂണിനെ ഉയരത്തേക്ക് പറത്തിയാൽ അതും ഉയരങ്ങളിലേക്ക് പോകുമോ? ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ ദിസ് പൂവർ ബോയ് ആസ്ക്ഡ് ദ ബലൂൺ സെല്ലർ. ഈ ചോദ്യമായിരുന്നു ഈ പാവപ്പെട്ട കുട്ടി ഈ ബലൂൺ വിൽപ്പനക്കാരനോട് ചോദിച്ചത്. ഹാവ് യു വണ്ടേർഡ് വാട്ട് മൈറ്റ് ബി ദ റീസൺ ദാറ്റ് ഇൻസ്പയർഡ് ദ ബോയ് ടു ആസ്ക് സച്ച് എ ഇന്നസെൻ്റ് ക്വസ്റ്റ്യൻ? ഇങ്ങനെയുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നതിന് ആ കുട്ടിയെ പ്രചോദിപ്പിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും?
This boy was watching and watching for a long time what the balloon seller was doing. ഈ കുട്ടി ദൂരെ നിന്ന് ഈ ബലൂൺ സെല്ലർ ചെയ്യുന്നത് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. He always noticed only the colorful balloons are flying up in the air. Okay, along with those colorful balloons there was no black balloon. അപ്പോൾ ഈ കുട്ടി വളരെ അകലെ നിന്ന് വളരെ നേരമായിട്ട് ഈ ബലൂൺ സെല്ലർ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ നോക്കുമ്പോൾ എപ്പോഴും വളരെ ആകർഷണീയമായിട്ടുള്ള കളറുകളിലുള്ള ബലൂൺസാണ് ഇങ്ങനെ മുകളിൽ പറന്ന് നടക്കുന്നത്. അതിനോടൊപ്പം ഒരിക്കലും ഒരു ബ്ലാക്ക് ബലൂൺ പോകുന്നത് അവൻ കാണുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. He looked at him and he thought, I am black. There was no black balloon along with those attractive balloons. അവനെ തന്നെ നോക്കി, ഞാനൊരു ബ്ലാക്ക് ആണ്. ആ ബലൂണുകൾക്കിടയിൽ ഒരു ബ്ലാക്ക് ബലൂണും പറക്കുന്നത്, ഉയരങ്ങളിൽ പറക്കുന്നത് ഞാൻ കാണുന്നില്ല. He came to the conclusion that black may not have the ability to fly higher. അവനൊരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു, ഒരു പക്ഷേ കറുത്ത കളറിന് മുകളിലേക്ക് പറക്കുവാനായിട്ടുള്ള കഴിവ് കാണത്തില്ല. Actually, this was the reason that prompted the boy to ask such a question to this balloon seller. യഥാർത്ഥത്തിൽ ഇതായിരുന്നു ഈ കുട്ടിയെ ഈ ബലൂൺ സെല്ലറിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. The balloon seller gave an wonderful and inspiring reply to this boy on hearing this innocent question. That is what I want to tell you. ഈ ചോദ്യം കേട്ടപ്പോൾ ബലൂൺ വിൽപ്പനക്കാരൻ ഈ കുട്ടിക്ക് കൊടുത്ത വളരെ മനോഹരമായ, വളരെ ചിന്തോദ്ദീപകമായ ഒരു ഉത്തരമുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. He replied like this, My dear child, it is not the color of the balloon that takes the balloon higher, but that is what is inside the balloon that takes the balloon higher in the air. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, My dear child, it is not the color of the balloon that takes the balloon higher in the air, but that is what is inside the balloon that takes the balloon higher in the air. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ബലൂണിൻ്റെ കളറുകളല്ല അതിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്, എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് അതിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. On hearing this reply, the boy's face changed. He began to smile and ran away from there. ഈ ഉത്തരം കേട്ടപ്പോൾ ഈ കുട്ടിയുടെ മുഖത്ത് ചിരി വരികയും അവൻ അവിടെ നിന്ന് സന്തോഷത്തോടെ ഓടിപ്പോവുകയും ചെയ്തു. My dear children, so what you understood from this story? എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്? What is the moral of this story? ഈ കഥയുടെ സാരം എന്താണ്? It is not the outward things that make us to go higher in our life, but God has put something inside of us. Okay? God, the Almighty Creator of you, your loving Father, has put something inside of you to become someone great in your life. എൻ്റെ പ്രിയ കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിലെ ഭൗതിക കാര്യങ്ങളല്ല, നിൻ്റെ ചുറ്റുപാടുകളല്ല നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. നിന്നെ സൃഷ്ടിച്ച സ്നേഹമയനായ സർവശക്തനായ ദൈവം നിൻ്റെ ഉള്ളിൽ ചിലത് വച്ചിട്ടുണ്ട്. ഓക്കെ, വെൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദാറ്റ് and make use of that to the maximum, surely you can climb the heights of glory in your life. എപ്പോൾ നീ അത് മനസ്സിലാക്കി നിൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന കഴിവുകളും താലന്തുകളെക്കുറിച്ച് നീ ബോധവാനായി അത് ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുമോ, അപ്പോൾ നിനക്ക് ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കയറുവാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. You are so special in the sight of God. You are the masterpiece creation of God. ദൈവത്തിൻ്റെ മുമ്പിൽ നീ വളരെ സ്പെഷ്യലാണ്. നീ ദൈവത്തിൻ്റെ അനുപമമായ യുണീക്ക്
സൃഷ്ടിയാണ്. So God has a master plan for each and every one of you. Never compare yourself with others. Never say that, oh, he is such a very talented child. He is so brilliant. His father is a rich man. He is having higher job and he is having a big house. I am living in a small hut. My father is not having a nice job. My parents are not educated. So never judge yourself with these outward things. These have nothing to do in your life success. Oh, inna കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസമുള്ള അച്ഛനമ്മമാരുണ്ട്, അവന് നല്ല വീടുണ്ട്, അവൻ്റെ അച്ഛനമ്മമാർക്ക് നല്ല ജോലിയുണ്ട്, ദേ ആർ സോ റിച്ച്, അവർ നല്ല പണക്കാരാണ്. പക്ഷേ ഞാനൊരു കൊച്ചു കുടിലാണ് താമസിക്കുന്നത്, എനിക്ക് നല്ല വീടില്ല, പഠിക്കാനുള്ള സൗകര്യമില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് നല്ല വിദ്യാഭ്യാസമില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് പണമില്ല, ഞാൻ വെറും പാവപ്പെട്ടവനാണ്, എനിക്ക് അവനെപ്പോലെ പഠിക്കുവാനുള്ള ബുദ്ധിയില്ല എന്നൊന്നും നെവർ ജഡ്ജ് യുവർസെൽസ് by comparing with others. So think you are so special. So God has a master plan for your life. He created you with a very special purpose to become someone great in the world. എൻ്റെ പ്രിയ കുഞ്ഞെ, അതൊന്നും നോക്കി നീ ഒരിക്കലും നിൻ്റെ ജീവിതത്തെ താരതമ്യം ചെയ്ത് നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കരുത്. നിന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. നീ ഒരു വലിയ മഹാനായി തീരണം, മഹതിയായി തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ സർവശക്തനായ ദൈവം നിന്നെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. സോ ബിലീവ് in your talents and abilities that God has given to you. Trust in God and pray to God and make use of the talents and abilities that God has put inside of you so that you can also fly in the heights of glory in your life. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്കും ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറി ഉയരങ്ങളുടെ സോപാനങ്ങളിൽ നിങ്ങൾക്കും എത്തിച്ചേരുവാനായിട്ട് കഴിയുക തന്നെ ചെയ്യും. There is a verse in the Bible, Jeremiah chapter 29 verses 11 to 30. ഇരമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെ ഉള്ള വാക്യങ്ങളിൽ ഇപ്രകാരമുള്ള വചനമുണ്ട്. ദൈവം പറയുകയാണ്, My dear child, for I know the plans which I have for you. എൻ്റെ പ്രിയ കുഞ്ഞേ, ഒരു ശുഭഭാവി നിൻ്റെ ജീവിതത്തിൽ വരുവാൻ വേണ്ടി എനിക്ക് നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്നതെന്ന് ഞാൻ അറിയുന്നു. The plans to prosper you and not to harm you. നിൻ്റെ ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടിയുള്ള ചിന്തകളാണവ, തിന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. When you come and pray to me, I will hear your prayer. നീ എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. So remember, God has a master plan for each and every one of you. So trust in God and pray to God. May this message make you restless in your life. God bless you. Wish you all the best. Till we meet again. Bye bye. See you. ദയവായി ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതെയും ഇരിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.